ഹായ്. ഞാൻ ഇന്ന് എൻ്റെ ഇൻ്റർ കഥ കഴിഞ്ഞു. എൻ്റെ ഫൈനൽ സേവ് യുവർ ബെസ്റ്റ് ഫോർ ദ ഫൈനൽ എന്ന രീതിയിലല്ലേ പറയാം. എൻ്റെ ബെസ്റ്റ് എൻ്റെ ഫൈനലല്ല, എൻ്റെ ഇൻ്റർ തന്നെയാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് അറ്റംപ്റ്റ് എൻ്റെ ഇൻ്ററിലെ തേർഡ് അറ്റംപ്റ്റാണ്. അതാണ് എൻ്റെ മോസ്റ്റ് കോൺഫിഡൻ്റ് അറ്റംപ്റ്റ്. ഞാൻ തോറ്റുപോയെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ റിമെമ്പർ ചെയ്യണ അറ്റംപ്റ്റ് പറഞ്ഞാൽ അതാണ്. ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു അറ്റംപ്റ്റ്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിരുന്നു ഇൻ്റർ എക്സാമിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് വിരാട് കോഹ്ലിയുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വിരാട് കോഹ്ലിയുടെ മൈൻഡ് സെറ്റിൽ ഞാൻ ഒരുപാട് ഓവർ കൺസ്യൂമഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫൈനലിലേക്ക് വരുമ്പോൾ പുതിയൊരു മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ പുതിയൊരു പേഴ്സൺ, പുതിയൊരു മൈൻഡ് സെറ്റ് എന്ന് പറയും. ഞാൻ ഫൈനലിൽ പോകുമ്പോൾ ഇൻ്റർ ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, 4 അറ്റംപ്റ്റ് എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഫൈനലിൽ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു. കാരണം എന്താ പറയുക, ഇനി ഒരുപാട് ടൈം, എനിക്ക് ആ സമയത്ത് ഏജ് ആയിരുന്നു, 25 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് കാലത്തേക്ക് നമുക്കങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫൈനൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ച ഒരു മൈൻഡ് സെറ്റായിരുന്നു നമ്മുടെ വീരേന്ദർ സെഹ്വാഗ്. ഓക്കെ, വീരേന്ദർ സെഹ്വാഗിൻ്റെ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു 194 റണ്ണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാറ്റ്സ്മാൻമാരും സിംഗിൾ അടിക്കാനാണ് ശ്രമിക്കുക. അതായത് സിംഗിൾ അടിച്ച് ഡബിൾ അടിക്കണം, 200 അടിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ വീരേന്ദർ സെഹ്വാഗ് അങ്ങനെയല്ല, ഒറ്റ 6ൽ 100 എന്ന ലെവലിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെ ഔട്ടായി ഒരു തവണ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഔട്ടായി പോയപ്പോൾ ചോദിച്ചത്രേ, എന്താ 6 സിംഗിൾ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഡബിൾ അടിക്കാന്നില്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ 2 മീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഇത് പോയത്. കാരണം ആളെ 6 അടിക്കാൻ നോക്കി ബൗണ്ടറിയിൽ ക്യാച്ച് പിടിക്കുക അങ്ങനെ ചെയ്തു. വീരേന്ദർ സെഹ്വാഗ് അങ്ങനെയാണ്, പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ള ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം ഫൈനൽ, എത്രയും അത്ര ഇൻ്റർ പോലെ ലാഗ് ആകരുത് എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, വീരേന്ദർ സെഹ്വാഗ് മൈൻഡ് സെറ്റ്, അതായത് 2 അറ്റംപ്റ്റ്സ് ഫൈനൽ ഓവർ, ഓരോ ഗ്രൂപ്പായിട്ട് ചെയ്താണ് ഞാൻ പ്ലാൻ ചെയ്തത്. 2 അറ്റംപ്റ്റ്സിൽ ഫൈനൽ തീർക്കണം എന്നൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഞാൻ അപ്പോഴേ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഭയങ്കര ഇമോഷണലി ഡൗൺ ഒക്കെ ആയി ഒരു ടൈമായിരുന്നു, ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടുള്ളൊരു ടൈമൊക്കെ ആയിരുന്നു. ഞാൻ ജൂലൈയിൽ സംതിങ് ആർട്ടിക്കൽഷിപ്പൊക്കെ കഴിഞ്ഞിറങ്ങി. ജൂലൈ 31 കഴിഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 മന്ത് പ്രിപ്പറേഷനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 മന്ത് പ്രിപ്പറേഷൻ, നവംബർ അറ്റംപ്റ്റ് ചെയ്തുക. എൻ്റെ സി എയിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഞാൻ എല്ലാം ജയിച്ചിട്ടുള്ളത് നവംബർ അറ്റംപ്റ്റാണ്. ഞാൻ 7 അറ്റംപ്റ്റാണ് സി എയിൽ എഴുതിയിട്ടുള്ളത്. അതിൽ 4 നവംബർ അറ്റംപ്റ്റാണ്. അതിൽ 3 നവംബർ അറ്റംപ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. 3 മെയ് അറ്റംപ്റ്റാണ്. മെയ് അറ്റംപ്റ്റ് എനിക്ക് ലക്കിയല്ല, ഞാൻ എഴുതിയതെല്ലാം ഫെയിലിയറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പക്ഷേ എന്താ പ്രത്യേകത, മെയ് അറ്റംപ്റ്റ് ഭയങ്കര ഈസി ആയിട്ട്, നമുക്ക് അധികം ടെൻഷനോ ഇല്ലാത്ത ടൈം, ഒരുപാട് പഠിക്കാൻ സമയം കിട്ടും, ഇതെല്ലാം കിട്ടുന്നത് മെയ്യാണ്. ഏറ്റവും കുറവ് ടൈം കിട്ടുന്നത് നവംബർ ആയിരിക്കും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും നവംബർ പാസ്സാകാൻ പറ്റാറുണ്ട്, മെയ് പാസ്സാകാൻ പറ്റാറില്ല. ഈവൻ ദോ ആ സമയത്ത് ഭയങ്കര വർക്കിൻ്റെ ബിസി ആയിട്ടുള്ള സമയത്താണെങ്കിൽ പോലും ഞാനത് പഠിച്ചെടുക്കും. ഈ സമയത്ത് ഈസി ടൈം വരുമ്പോൾ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഐ എം മെയ്ഡ് ഫോർ ദ ടഫ് ടൈം എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജൂലൈ 31 കഴിഞ്ഞ് ലീവ് എടുത്ത് 3 മാസത്തെ ലീവ് ആൻഡ് നവംബർ അറ്റംപ്റ്റ് ചെയ്തണം. ഫസ്റ്റ് ഗ്രൂപ്പാണ് ആദ്യം ഞാൻ എഴുതിയത്. ആ പോണതിന് മുമ്പ് ഭയങ്കര ഇതായിരുന്നു, കാരണം നോബഡി വാണ്ട് മീ ടു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ സമയത്ത് എത്രയും പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യണം എന്നൊരു മൈൻഡാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് എഴുതണ്ട എന്നുള്ള ടൈപ്പാണ്. കാരണം എഴുതണ്ട, ടേക്ക് ടൈം, കാരണം യു ആർ ടേക്കൺ ഇൻ്റർ ലോട്ട് ഓഫ് ടൈം, ഇൻ്ററിന് ഒരുപാട് സമയം എടുത്തു. അപ്പോൾ ഫൈനൽ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര ടഫായിരിക്കും, വെരി ഹാർഡായിരിക്കും. അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് എഴുതണ്ട, നവംബർ എഴുതണ്ട, മെയ് എടുക്കും, ടേക്ക് ടൈം എന്ന രീതിയിൽ. പക്ഷേ എനിക്ക് ഈ നവംബർ തന്നെ എഴുതണം. കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ്, ഞാൻ അത്രയും ചാർജ്ഡ് ആയി നിൽക്കുന്ന സമയമാണ്. വിരാട് കോഹ്ലി എനർജിയൊക്കെ എൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്ത് ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയില്ല ഒരു 6 മാസം കൂടി കഴിഞ്ഞ് തന്നെ അതേ മൈൻഡ് സെറ്റിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എഴുതിയേ പറ്റുള്ളൂ എന്നുള്ള ലെവലാണ്. അപ്പോൾ എന്നോടുള്ള എല്ലാവരും, എനിക്ക് കണക്ഷനായിട്ടുള്ള എല്ലാ പീപ്പിൾസും എന്നോട് പറഞ്ഞത് എഴുതണ്ട എന്നൊരു ടൈപ്പാണ്. പക്ഷേ ഞാൻ എല്ലാവരുടെ അഗെയിൻസ്റ്റ് ആയിരുന്നു. ഈവൻ അവിടെ എനിക്കൊരു ഭയങ്കര ഓപ്പോസിഷനും പറഞ്ഞു. കാരണം ഞാൻ അപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ കയ്യിൽ ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ കാശില്ല, പഠിക്കാൻ പോവുക പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ട് പഠിക്കാനൊക്കെ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാശില്ല, കോച്ചിങ്ങിന് പോകാൻ കാശില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ ആ ടൈപ്പ്. അതായത് നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റൊന്നും പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ കുറച്ച് ടൈം എടുത്ത് ചെയ്യണതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഈ സിറ്റുവേഷൻ എപ്പോഴും ഹാഷ് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫിഡൻസ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പം തന്നെ എഴുതണം, എനിക്കിപ്പോൾ ആത്മവിശ്വാസമുണ്ട്, എനിക്കിപ്പോൾ എഴുതണം. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു, എന്താ പറയുക, കമൻ്റ് ആയിരുന്നു, ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് നമുക്ക് തേങ്ങിയിടാൻ പറ്റുമോ. അപ്പോൾ എനിക്ക് അതിനുശേഷം പിന്നെ എക്സാം പാസ്സാകുക എന്നതിനേക്കാളും മൈൻഡിൽ ഉള്ളത്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ
തെങ്ങിക്കരി തെങ്ങിയിടാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാമെന്ന് മാത്രമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നന്നായി പഠിക്കാൻ ശ്രമിച്ചു. അതാ പറഞ്ഞത് ഫൈനലിൽ എൻ്റെ ബെസ്റ്റ് എഫേർട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഉള്ള തട്ടിക്കൂട്ട് പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാസ്സല്ല കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ക്ലിയർ ചെയ്തു. അപ്പോൾ എനിക്കൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തെങ്ങിക്കരി തേങ്ങിയിടാൻ പറ്റും എന്നൊരു ബിലീഫ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം നോക്കുക. എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അധികം നോക്കാറില്ല. അതിന് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഓക്കെ, ഐ ട്രസ്റ്റ് മൈ സെൽഫ് എന്ന രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാണ്. ആൻഡ് പിന്നീട് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ്, ഞാൻ എറണാകുളത്ത് കുറച്ച് കാലം പോയായിരുന്നു. അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അവിടെ നിന്ന് ശേഷം ഞാൻ എറണാകുളത്ത് നിന്ന് വീണ്ടും സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നു. മെയ് അറ്റംപ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ മെയ് അറ്റംപ്റ്റ് എനിക്ക് ലക്കിയല്ല. മെയ് 2018 എനിക്ക് അങ്ങനെ അൺലക്കി ആയിപ്പോയി. കാരണം എനിക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. വി അഗെയിൻ ബാക്ക് ടു എൻ്റെ പഴയ ഓഫീസിലേക്ക് ഞാൻ റിട്ടേൺ ചെയ്തു. വീണ്ടും നവംബർ അറ്റംപ്റ്റ്, എൻ്റെ ഫേവററ്റ് അറ്റംപ്റ്റ്. നവംബർ പറഞ്ഞാൽ തന്നെ ഫേവററ്റാണ്. നവംബർ അറ്റംപ്റ്റ് 2018 നവംബർ ഞാൻ വീണ്ടും എഴുതി. അതിൻ്റെ തേർഡ് അറ്റംപ്റ്റ് ഫൈനലിൽ തേർഡ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു. ഞാൻ CA പാസ്സായി. ആൻഡ് ഒരുപാട് ഒരു 2013 കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ CAയിൽ ഫൈനൽ സ്റ്റെപ്പ് വെച്ചു. ഭയങ്കര സന്തോഷം. ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബിഗിനിങ് ഏജസിൽ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയ സമയത്ത് അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് CAയിൽ എന്താ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഞാൻ ഡമ്മിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 5 വർഷം കഴിഞ്ഞാൽ CA പാസ്സാണെന്നുള്ള കാര്യം. വെറുതെ എല്ലാവരും വലിയ കാര്യങ്ങൾ എഴുതും. നമ്മൾ ചെറുത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഭയങ്കര ഇൻസൾട്ട് ആവുന്നുള്ളതുകൊണ്ട് ചുമ്മാ ഞാൻ ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഫൈനൽ CA ആകണം എന്നുള്ളത്. അത് വെറുതെ ചെയ്തത്. നമ്മൾ ആ തട്ടത്തെയും മറിയത്തെ പടത്തിൽ ഇങ്ങനെ എനിക്ക് ഈ ഉമ്മച്ചിക്കുട്ടിയെ കെട്ടിച്ച് തരണേ പറയുന്ന പോലെ ഞാൻ ചുമ്മാ എഴുതി വെച്ച സാധനമാണ്. പക്ഷേ എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ CA പാസ്സാകുമായിരുന്നു. ആൻഡ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് CA ഞാൻ എക്സാം പാസ്സായി എന്നതിനേക്കാൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു. കാരണം ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന ലെവലിൽ. കാരണം CA ഇസ് നോട്ട് മൈ റൈറ്റ് ഡിസിഷൻ, എൻ്റെ റൈറ്റ് ഡിസിഷൻ അല്ല, എൻ്റെ ഫേവററ്റ് ഏരിയ അല്ല, എന്നിട്ട് പോലും ഐ ഏബിൾ ടു ക്ലിയർ ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഗീവ് മീ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ മീ. എനിക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഏബിൾ ടു ഡൂ ദാറ്റ് എന്ന ലെവലിലേക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് അതിപ്പോൾ എൻ്റെ ഫേവററ്റ് ആണോ എന്നുള്ള മാറ്ററല്ല, എൻ്റെ സിറ്റുവേഷൻ മാറ്ററല്ല, എനിക്ക് എത്ര കാശുണ്ട് എന്നുള്ള മാറ്ററല്ല, എന്നെ ആര് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മാറ്ററല്ല. ഓൺലി തിങ് ഞാനത് ബിലീവ് ചെയ്യണ്ടോ എന്നുള്ള കാര്യം മാത്രം. ഇറ്റ് ടേക്ക് ടൈം, ലോട്ട് ഓഫ് ടൈം എടുക്കുമായിരിക്കാം. പക്ഷേ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് എന്ത് കാര്യം ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ബിലീഫ് എനിക്ക് CA തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ക്വാളിഫിക്കേഷൻ എന്നതിനേക്കാളും വലുത് എനിക്ക് ബിലീഫ് തന്ന ഒരു പ്രൊഫഷനാണ് CA. കാരണം എൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത ഒരു പ്രൊഫഷനാണ് അത്. എനിക്കെപ്പോഴും ആൾവേസ് ലവ്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യം വരുമ്പോൾ ഞാൻ ആ പഴയ ഇൻ്ററിൽ പഠിച്ചിട്ടുള്ള എന്നെയാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. കാരണം ഐ വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. ആ പേഴ്സണെ എനിക്ക് ഇനിയും വേണം എന്ന ലെവലിൽ ഞാൻ ചിന്തിക്കാറുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഫൈനൽ ക്ലിയർ ചെയ്തു, CA ആയി. ആൻഡ് ഇപ്പോൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നെ പറഞ്ഞു CA തന്ന ബിലീഫ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ഐ വാണ്ട് ടു ബി ഡു വെൽ. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസമാണ് അവിടുത്തെ മാറ്റർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാശ് ഭയങ്കര ഇമ്പാക്റ്റാണ് എന്ന് നമുക്ക് തോന്നും, അതൊരു മാറ്ററല്ല. നമുക്ക് ബാലൻസ് ചെയ്യാം. പീപ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നും, അതും ഒരു മാറ്ററല്ല. നമ്മൾ എത്രത്തോളം അതിലേക്ക് കമ്മിറ്റഡ് ആണ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് ലെവൽ കുറഞ്ഞ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫെയിലിയർ ആവും. നന്നായി ഉണ്ടെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ് ഫോർ ടു വിൻ ദ ഗെയിം. അതിപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്നത് ആരാണ് ശരി, നമ്മൾ കോമ്പീറ്റ് ചെയ്യണത് ആരോടൊപ്പമാണ് ശരി, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ജയിച്ച് കയറാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് ഇനിയും അതേപോലത്തെ സക്സസ്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ജേർണിയിലാണ്. അവിടെയും പഴയ ഇതേ CA പോലെ തന്നെ ബിഗിനിങ് ഭയങ്കര ഫ്ലോപ്പാണ്. ഫ്ലോപ്പ് ആകുന്തോറും കൂടുതൽ നന്നായി തിരിച്ചു വരാനുള്ള ആഗ്രഹങ്ങൾ കൂടുണ്ട്, താല്പര്യം കൂടുണ്ട്.
തിരിച്ചു വരും എന്നൊരു പൂർണ്ണമായ വിശ്വാസം കൂടെയുണ്ട്. കുറച്ച് അതായത് മുന്നോട്ട് പോകുന്തോറും ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ ഗെയിം കളിക്കണ പോലെയാണ്. മുന്നോട്ട് പോകുന്തോറും ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടേ നമുക്ക് എല്ലാവരും വിചാരിക്കണം മുന്നോട്ട് പോകുന്തോറും നമുക്ക് കൂടുതൽ നല്ലത് കാര്യങ്ങൾ സംഭവിക്കണമെന്നാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോഴും ഡിഫിക്കൽട്ടിയാണ് കൂടുതൽ. ആ ഡിഫിക്കൽട്ടി നമ്മൾ മാത്രമേ കാണുള്ളൂ, ഗുണങ്ങൾ മാത്രം മറ്റുള്ളവർ കാണും. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാണ്. ഞാൻ എപ്പോഴും ഡിഫിക്കൽട്ടി നിൽക്കുമ്പോൾ എൻജോയ്. എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ വിരാട് കോഹ്ലി മൈൻഡ് സെറ്റാണ്. ആൻഡ് ഐ വാണ്ട് ടു ബി ഇൻ ദ അൺകംഫർട്ടബിൾ സോണിൽ നിൽക്കുക, അതിനെ കോൺകർ ചെയ്യുക. ഒരു ത്രില്ലാണ്. നമ്മളെ ഈ തില്ലാലങ്കടി പടത്തിൽ ജയൻ രവി പറഞ്ഞ പോലെ എനിക്ക് ഇതാണ് കിക്ക്. എൻ്റെ കിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിനെ പോസിബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്.